Hi all, welcome back to Career Vein Updates. ബി.എഡ് കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാണത് ബി.എഡ് കോഴ്സ്, അതായത് ഒരു ടീച്ചർ ആകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനാണ് ബി.എഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഒരു അധ്യാപകനാകുക എന്ന ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അവർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനാണ് ബി.എഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബി.എഡ് കോഴ്സ് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും, ബി.എഡ് കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇനിയും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. പരമാവധി നിങ്ങൾ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിൽ ബി.എഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നേരത്തെ പറഞ്ഞതുപോലെ കാലിക്കറ്റ്, അതേപോലെ തന്നെ കണ്ണൂർ, അതേപോലെ തന്നെ MG, കേരള, ഈ 4 യൂണിവേഴ്സിറ്റികളാണ് കേരള സംസ്ഥാനത്ത് ബി.എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ. എന്നാൽ കേരളത്തിൽ പ്രധാനപ്പെട്ട ഈ യൂണിവേഴ്സിറ്റികൾ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് മേഖലയിൽ വളരെ പരിമിതമായിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ പാഷനായിട്ട് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പാഷൻ പ്രൊഫഷനായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി.എഡ് കോഴ്സ് ഒരുപാട് ഡിമാൻഡുള്ള ഒരു കോഴ്സായിട്ട് ഇന്ന് മാറിയിരിക്കണം. മാത്രമല്ല പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഇനി അങ്ങോട്ട് ബി.എഡ് കോഴ്സ് നിർബന്ധമാക്കുവാൻ പോവുകയാണ്. അത് ടീച്ചിങ് മേഖലയിലോട്ട് ബി.എഡ് തന്നെ നിർബന്ധമാക്കുവാൻ പോകുന്നൊരു സാഹചര്യമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ബി.എഡ് കോഴ്സിൻ്റെ ഡിമാൻഡ് കൂടുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പഠിക്കുവാൻ സാധിക്കാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് കേരളത്തിന് പുറത്തുള്ള മറ്റു പല യൂണിവേഴ്സിറ്റികളെയും വിദ്യാർത്ഥികൾ പഠിക്കുവാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ് ബി.എഡ് 2 ഇയർ എന്നുള്ളത് 1 ഇയർ ആയിട്ട് മാറുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു. എന്നാൽ നിലവിലത്തെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി.എഡ് കോഴ്സ് എന്ന് പറയുന്നത് 2 വർഷത്തെ കോഴ്സ് തന്നെയാണ്. എന്നാൽ പുതിയ സിസ്റ്റം പ്രകാരം ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് വരികയാണെങ്കിൽ ആ സമയത്ത്, അത് ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് 4 വർഷത്തെ +2 ശേഷമുള്ള 4 വർഷത്തെ കോഴ്സായിട്ട് ബി.എഡ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വരികയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3 വർഷം ഡിഗ്രിയും 1 വർഷത്തെ ബി.എഡും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ്, അതായത് 4 വർഷം പഠിക്കുമ്പോൾ 1 വർഷം ബി.എഡ് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് 1 വർഷത്തെ ബി.എഡ് എന്ന് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കേരളത്തിന് പുറമെ, അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ അതേപോലെ തന്നെ നിലവിൽ ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിലെ ബി.എഡ് ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളോട് പറയുന്നത് കേരളത്തിന് പുറമേയുള്ള പല സംസ്ഥാനങ്ങളിലും അതായത് അവൈലബിൾ ആയിട്ടുള്ള ബി.എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഇതിനു മുമ്പും ചെയ്തിരുന്നു. മാത്രമല്ല നിലവിൽ 1 ഇയർ ബി.എഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ 1 ഇയർ ബി.എഡ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ 2 വർഷത്തെ കോഴ്സ് അല്ലാതെ ബി.എഡ് 1 ഇയർ എവിടെയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾ ലേറ്റ് അഡ്മിഷനായിട്ട്, അതായത് ലേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഫെസിലിറ്റി ചില യൂണിവേഴ്സിറ്റികൾ ഒരുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി, അത് റെഗുലറായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റെഗുലറായിട്ടുള്ള ബി.എഡ് തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി ലേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് 1 വർഷം, അതായത് ഏകദേശം 1 വർഷം ലാഭിച്ചുകൊണ്ട് 2 വർഷത്തെ ബി.എഡ് കോഴ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ചില യൂണിവേഴ്സിറ്റികൾ നൽകുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി നൽകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റി കേരളത്തിൽ അംഗീകാരമുള്ളതാണോ, ഇനി അല്ലെങ്കിൽ UGC അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി നിർബന്ധമായിട്ട് നിങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പറയുവാനത്, കാരണം ബി.എഡ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന് നമ്മൾ ജസ്റ്റ് കേരളം മാത്രമല്ല വിദേശത്തൊക്കെ പോവുകയാണ്, എവിടെയും ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ബി.എഡ് തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബി.എഡ് കോഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ടീച്ചിങ് എന്ന പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പുറമേയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ അംഗീകൃതമായിട്ട് ബി.എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിലവിൽ ലേറ്റായിട്ടുള്ള ബി.എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളും, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട്, അതായത് 1 വർഷം നേരത്തെ തന്നെ നിങ്ങൾക്ക് ബി.എഡ് കോഴ്സ് പൂർത്തീകരിച്ചുകൊണ്ട് അംഗീകൃതമായിട്ടുള്ള UGC അംഗീകൃതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലും പുറത്തും നിങ്ങൾക്ക് അംഗീകൃതമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന
യൂണിവേഴ്സിറ്റികളാണ്. അതായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷന് വേണ്ടി തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതായത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് റെഗുലറായിട്ട് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി ഈ നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട് സംശയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സംശയങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനി നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അഡ്മിഷനിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അതായത് ഏകദേശം മെയ് ജൂൺ മാസത്തിലാണ് അഡ്മിഷന് വിളിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ കേരളത്തിലെയും മുഴുവൻ യൂണിവേഴ്സിറ്റികളും എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു BEd കോഴ്സ് എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് ലേറ്റ് അഡ്മിഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കൂടുതൽ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.